AKG സെന്റർ ആക്രമണത്തിൽ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. ഈ മാസം 13-ന് ഹാജരാകാൻ പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ന്റേതാണ് ഉത്തരവ്. ഒന്നാം പ്രതി വി ജിതിൻ, മൂന്നാം പ്രതി ടി നവ്യ എന്നിവർക്കെതിരെയായിരുന്നു കുറ്റപത്രം. ഹരി മോഹൻ വിവരണവുമായി ചേരുന്നു. ഹരി, എന്താണ് കുറ്റപത്രത്തിലെ പ്രധാന ആരോപണങ്ങൾ? അജിംസ് രണ്ടുപേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ക്രൈംബ്രാഞ്ച്. അതായത് ഒന്നാം പ്രതി വി ജിതിൻ, അതുപോലെ മൂന്നാം പ്രതി ടി നവ്യ എന്നിവർക്കെതിരെയായിരുന്നു കുറ്റപത്രം. വി ജിതിനാണ് AKG സെന്ററിന് നേരെ ആക്രമണം നടത്തിയത്. അതായത് സ്ഫോടക വസ്തു AKG സെന്ററിന് നേരെ എറിഞ്ഞത് വി ജിതിനാണ് എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഒപ്പം തന്നെ നവ്യയാണ് ജിതിന് ഈ AKG സെന്ററിന് മുമ്പിലേക്ക് പോകാനും സ്ഫോടക വസ്തു എറിയാനും വേണ്ട സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് സ്കൂട്ടർ എത്തിച്ചു നൽകിയത് എന്നുള്ളതായിരുന്നു. സ്കൂട്ടർ നവ്യയുടേതല്ല എന്നുണ്ടെങ്കിൽ പോലും ആ സ്കൂട്ടർ എത്തിച്ചു നൽകിയത് നവ്യയാണ്, തിരിച്ചു കൊണ്ടുപോയതും നവ്യയാണ് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. ഒന്നാം പ്രതിയാണ് ജിതിൻ, മൂന്നാം പ്രതിയാണ് നവ്യ. മാത്രമല്ല ഈ KPCC ഓഫീസിന് നേരെ ഈ ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് AKG സെന്റർ ആക്രമണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് KPCC ഓഫീസിന് നേരെ DYFI CPM പ്രവർത്തകർ ആക്രമണം നടത്തി. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ MP ഓഫീസിന് നേർക്ക് SFI ആക്രമണം നടത്തി. ഈ രണ്ട് വിഷയങ്ങളിലുമുള്ള പ്രതികാര നടപടി എന്നുള്ള നിലയ്ക്കാണ് ഇവർ ഇത്തരത്തിൽ AKG സെന്റർ ആക്രമിച്ചത് എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇതിൽ 1ഉം 4ഉം പ്രതികളായ സുഹിൽ ഷാജഹാനെയും സുധീഷിനെയും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ പിടികൂടാത്ത പശ്ചാത്തലത്തിലായിരുന്നു ഈ കുറ്റപത്രം സമർപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം സുഹൈൽ ഷാജഹാനെ പിടികൂടിയിരിക്കുന്നു. ഇനിയിപ്പോൾ സുഹൈലിനെതിരെ പ്രത്യേകമായൊരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. ഒപ്പം തന്നെ സുധീഷിനെ പിടികൂടാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അജിം. ശരി, ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.